ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ആത്മാവിൻ്റെ രക്ഷ. ഒരു മനുഷ്യനും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചിലരൊക്കെ പ്രസംഗിക്കാറുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങൾ രക്ഷിക്കപ്പെടും. ചില മീറ്റിങ്ങുകളിലും ചില കൺവെൻഷൻ യോഗങ്ങളിലും ഒക്കെ അവരത് പറയാറുണ്ട്. എന്നാൽ അവിടെ രക്ഷ പൂർണ്ണമാകുന്നില്ല. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അത് മാത്രം മതി, വിശ്വാസം മാത്രം മതി എന്ന് കരുതി അവർ ജീവിക്കും. എന്നാൽ അത് മാത്രമല്ല. നമ്മൾ ടെസ്റ്റ് എഴുതി നമുക്കൊരു ജോലി കിട്ടി, അപ്പോയിൻമെൻറ്റ് ഓർഡർ നമ്മുടെ വീട്ടിലേക്ക് വന്നു. നമ്മൾ കൂട്ടുകാരെല്ലാവരും അറിയിച്ചു, നാട്ടുകാരെല്ലാവരും അറിഞ്ഞു, അവന് ജോലി കിട്ടി. അങ്ങനെ നമ്മളൊരു വമ്പൻ ട്രീറ്റൊക്കെ അറേഞ്ച് ചെയ്തു. പക്ഷേ ആ ജോലി നമുക്ക് യഥാർത്ഥമായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഓഫീസിലേക്ക് പോകണം, അവിടെ ചെന്ന് സൈൻ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ജോലി നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നത്. അതുപോലെ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നത് പോലെ രക്ഷ കിട്ടി എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നവരായിട്ടല്ല, അതിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോസ്തല പ്രവൃത്തി 16:31 പറഞ്ഞിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷയുടെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. എന്നാൽ അത് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം യേശുവിൽ നമ്മൾ വിശ്വസിക്കുക. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ നേടിയെടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ അത് മാത്രം പോരാ, രണ്ടാമതായി നമ്മൾ അനുതപിക്കണം, അല്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. അപ്പോസ്തല പ്രവൃത്തി 3:19 പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് മാനസാന്തരപ്പെട്ട് നിങ്ങൾ തിരിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ നമ്മൾ പാപത്തെ ഉപേക്ഷിക്കണം, ദൈവത്തിലേക്ക് നമ്മൾ തിരിയണം. എന്നാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് റോമർക്കെഴുതിയ ലേഖനം 10-ാം അതിൻ്റെ 9 മുതൽ 13 വരെ പറഞ്ഞിരിക്കുന്നു, യേശുവിനെ കർത്താവായി നമ്മൾ വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം. മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മൾ ഏറ്റു പറയണം ഈ കർത്താവിനെ. നാലാമതായി പറഞ്ഞിരിക്കുന്നു, മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം 16 വാക്യത്തിൽ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. ഈ സ്നാനത്തെക്കുറിച്ച് ഇപ്പോൾ ഭയങ്കര ചർച്ചകളും പല സഭകളും പല രീതികളിലുമാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ മറ്റൊരു മെസ്സേജിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്നാൽ ഇത്രയേ ഉള്ളൂ, ദൈവവചനം പറയുന്നത് വിശ്വസിച്ച് സ്നാനമേൽക്കണം. അഞ്ചാമതായി പറഞ്ഞിരിക്കുന്നു, സ്നാനമേറ്റത് കൊണ്ട് മാത്രം ഒരുവൻ രക്ഷിക്കപ്പെടുന്നില്ല, അവൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യാക്കോബ് 1:22 പറഞ്ഞിരിക്കുന്നു, ദൈവവചനം കേൾക്കുന്നവരായിട്ട് മാത്രം ഇരിക്കാതെ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ അനുസരിച്ചാൽ നമുക്ക് രക്ഷയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയും. ആറാമതായി നമ്മൾ നല്ല പോർ പൊരുതണം. 1 തിമോഥെയോസ് 6:12 പറഞ്ഞിരിക്കുന്നു, പാപ സ്വഭാവം നമ്മുടെ അകത്തേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതിനെതിരെ, ആ പാപ സ്വഭാവങ്ങൾക്കെതിരെയും ജഡത്തിൻ്റെ ശീലങ്ങൾക്കെതിരെയും നമ്മൾ പോരാടി നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. ഏറ്റവും അവസാനമായി ഏഴാമതായി മത്തായി 24:13 കർത്താവ് പറഞ്ഞു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.